സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ അമ്മ വീടായ കക്കയത്തേക്ക് ഞങ്ങളൊരു യാത്ര പോവാണ്. ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി, കാരണം സമയമൊന്നും നഷ്ടപ്പെടുത്തണ്ട. 2 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 6 മണിക്കാണ് 6 മണി 5:00-ക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ കുഞ്ഞുവാവേൻ്റെ ഒരു ബാപ്റ്റിസമാണ്. ബാപ്റ്റിസത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിന്ധൂരിന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ ഡ്രസ്സ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴാണ് കോട്ട് സെറ്റ് വാങ്ങിച്ചത് അവർ. അതെല്ലാം നല്ല സെലക്ഷനാണ്. ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ചേച്ചിക്കും വേണ്ടി എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു ഭീമാകാരൻ മോളിലേക്ക് മൊത്തം കണ്ടത്. 5 ഫ്ലോറുണ്ട് ബിൽഡിങ്. 5 ഫ്ലോറിൻ്റെ ഹൈറ്റിലായിരുന്നു നമ്മൾ കയറി ചെയ്യുന്ന മണ്ഡലത്തിലുണ്ടായിരുന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ കോഴിക്കോടേക്ക് പോകാൻ. കോഴിക്കോട് കക്കയത്താണ് അതിൻ്റെ ാണ്. അവർ ഇന്ന് തന്നെ വരുവുള്ളൂ. മനോഹാരിയുടെ പകർത്താന്ന് വിചാരിച്ച് നമ്മുടെ വയനാട് ചുരത്തിൻ്റെ എൻട്രൻസ് ആവുന്ന ഭാഗത്ത് വെച്ചപ്പോൾ വീഡിയോസാണിത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം അവിടെ എത്തുമ്പോഴേക്കും കുറേ കാര്യങ്ങളൊക്കെ കാണാം. ക്യാമറ ശ്രദ്ധിച്ചില്ല. സൺഡേ ആയിരുന്നപ്പോൾ ഒരുപാട് പേര് കാണാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബ്ലോക്കൊന്നും ഇല്ലാത്തത് രക്ഷപ്പെട്ടെന്ന്. പറഞ്ഞ് തീരേണ്ട താമസം ഫുള്ള് ബ്ലോക്കായി. ഇതേ വണ്ടികൾ ഏകദേശം ഞങ്ങൾ 1.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആശ്വാസത്തിന് എപ്പോഴും ഒന്ന് നീങ്ങി. പിന്നെയും അതുപോലെ തന്നെ ബ്ലോക്കായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ ഈ പ്രോഗ്രാമിന് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ മുമ്പോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന പത്തിരീൻ്റെ കടയൊക്കെ എത്തി. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്ത് എത്തിയപ്പോഴേക്കും 5:30-6 മണിയായി. അപ്പേനെ ചേച്ചീനെയാണ് കണ്ടത്. ഏതായാലും വർക്കൗട്ട് ചെയ്യേണ്ട വന്നില്ല. ഒരു 3-4 ബിൽഡിങ് നടക്കേണ്ട സ്റ്റെയർ തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നടന്നു. ചേച്ചി കാര്യപ്പെട്ട ഫോൺ വിളിയാണ്. എന്നെയും ചേച്ചീനെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അവളേക്കാൾ 20 കിലോ കൂടുതലുണ്ട്. ഇതിൻ്റെ മമ്മിയും എൻ്റെ സഹോദരങ്ങളാണ്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പിയായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ പക്കത്തിൽ എനിക്ക് കൊടുക്കുന്നു. പിന്നെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് വലിയ ആവശ്യമില്ലെന്നുള്ള രീതിയിലായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാവരും കേക്ക് കൊടുക്കുമ്പോൾ അവനത്ര താല്പര്യമില്ല. എല്ലാവരും അവനെ ബർത്ത്ഡേൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒന്ന് അയച്ചു കൊടുത്തു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കുറച്ച് നേരം നടക്കുന്നത്. പിന്നെ ഏബ്ലു സവാനും ബാസ്റ്റിനും അവിടെ ഇങ്ങനെ കേക്കിൻ്റെ ഇച്ചിരി കൂടെ കഴിയുമ്പോഴേക്കും വേറെ പരിപാടിക്കൊന്നും കാണാൻ എല്ലാ കുഞ്ഞുമക്കളും ചോക്ലേറ്റ് തിന്നുന്ന തിരക്കാണ്. ഞങ്ങൾ ഭയങ്കര ഫോട്ടോയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇവൻ്റെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഫോട്ടോ. ഞങ്ങൾ നോക്കി എടുക്കാൻ വേണ്ടി ചേട്ടായി അവനെ പോയി നോക്കി. എവിടെ സവാനും പോയി നോക്കി നടക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടും. പാസേനയ്ക്ക് അവിടെ കുറച്ച് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ പോയി നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു നേരെ നിർത്തിയൊരു നല്ല ഫോട്ടോ കിട്ടണമെന്നുണ്ടായിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്നെ എല്ലാവരും വല്ലാണ്ട് പതിവുണ്ടായി ഫോട്ടോ അറിയുന്ന പോലും ഈ സഭാനൊരു ഹാപ്പിയാണ്. ചേച്ചി
എത്തിയപ്പോഴേക്കും ഇവന്മാർ മൂന്നും കൂടെ ഒരുമിച്ച് കൂടി അവിടെയുള്ള ഒരു ഊഞ്ഞാലയിലൊക്കെ നിൽക്കുകയാണ്. വായിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ രാത്രി പോന്നു. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ.